കറണ്ട് അഫയേഴ്സ് ആൻഡ് GK വേൾഡ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പോപ്പുലേഷൻ ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്ത്യയിൽ ആദ്യമായി ജാതി സെൻസസ് നടത്തിയ സംസ്ഥാനം ഉത്തരം ബീഹാർ. യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ടിൻ്റെ കണക്കനുസരിച്ച് ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഉത്തരം ഇന്ത്യ. UN റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ നിലവിലെ ജനസംഖ്യ ഉത്തരം 144.17 കോടി. യുണൈറ്റഡ് നേഷൻസ് ഫണ്ട് ഫോർ പോപ്പുലേഷൻ ആക്ടിവിറ്റീസ് തയ്യാറാക്കിയ കണക്കനുസരിച്ച് ചൈനയുടെ നിലവിലെ ജനസംഖ്യ ഉത്തരം 142.5 കോടി. UN റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ പുരുഷന്മാരുടെ ശരാശരി ആയുർദൈർഘ്യം ഉത്തരം 71 വയസ്സ്. UN റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ സ്ത്രീകളുടെ ശരാശരി ആയുർദൈർഘ്യം ഉത്തരം 74 വയസ്സ്. ഇന്ത്യയുടെ ജനസംഖ്യ ഇരട്ടിയായി മാറിയത് എത്ര വർഷം കൊണ്ടാണ്? ഉത്തരം 77 വർഷം കൊണ്ട്. UN ഏജൻസിയായ UNHCRന്റെ കണക്ക് പ്രകാരം ലോകത്ത് ആകെ അഭയാർത്ഥികൾ എത്ര കോടിയാണ്? ഉത്തരം 3 കോടി. ഏറ്റവും കൂടുതൽ അഭയാർത്ഥികൾ ഏത് രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്? ഉത്തരം സിറിയ, അഫ്ഗാനിസ്ഥാൻ, ഉക്രൈൻ, സുഡാൻ, മ്യാൻമാർ. ഏറ്റവും കൂടുതൽ ആളുകൾ അഭയം തേടിയ രാജ്യങ്ങൾ ഏതാണ്? ഉത്തരം ഇറാൻ, തുർക്കി, ജർമ്മനി, പാകിസ്ഥാൻ, ഉഗാണ്ട. ഇന്ത്യയിലുള്ള ആകെ അഭയാർത്ഥികൾ ഏകദേശം എത്രയാണ്? ഉത്തരം 5 ലക്ഷം. ലോക ജനസംഖ്യയിൽ ഏറ്റവും കൂടുതൽ വിശ്വാസികൾ ഏത് മതത്തിൽപ്പെട്ടവരാണ്? ഉത്തരം ക്രിസ്തുമതം. ലോകത്ത് ഏറ്റവും കൂടുതൽ വിശ്വാസികളുള്ള രണ്ടാമത്തെ മതം ഏതാണ്? ഉത്തരം ഇസ്ലാം മതം. അനിയന്ത്രിതമായ ജനസംഖ്യാ വർധനവ് നിയന്ത്രിക്കാൻ ഭാരത സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് കുടുംബാസൂത്രണം അഥവാ ഫാമിലി പ്ലാനിംഗ്. 1.25 കോടി മലയാളികൾ എന്ന പുസ്തകം രചിച്ചതാരാണ്? ഉത്തരം EMS നമ്പൂതിരിപ്പാട്. ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ളത് ഏത് രാജ്യക്കാർക്കാണ്? ഉത്തരം ജപ്പാൻ. NPR എന്നതിൻ്റെ പൂർണ്ണ രൂപം? ഉത്തരം നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ. ലോക ജനസംഖ്യാ ദിനാചരണത്തിൻ്റെ ലക്ഷ്യം? ഉത്തരം ജനസംഖ്യയ്ക്കൊപ്പം ദാരിദ്ര്യവും കുറയ്ക്കുക. വനനശീകരണം, പ്രകൃതി വിഭവങ്ങളുടെ അമിത ചൂഷണം എന്നിവയ്ക്ക് പ്രധാന കാരണം? ഉത്തരം ജനസംഖ്യാ വിസ്ഫോടനം. ജനസംഖ്യാ വിദഗ്ധരുടെ അഭിപ്രായമനുസരിച്ച് അടുത്ത 50 വർഷം കൊണ്ട് ലോക ജനസംഖ്യ എത്രയായി ഉയരും? ഉത്തരം 1100 കോടി.